ഭയങ്കര നല്ല, എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഞാൻ ഇതല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും മോശം പറയാനില്ലെന്ന് പറയത്തില്ലേ, കണ്ടു കഴിഞ്ഞാൽ അങ്ങനല്ല. പക്ഷെ ഇന്നത്തെ കാലത്തെ രീതിയില് നമ്മള് ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യില്ല. കുറെ നാളിന് ശേഷം മോഹൻ സിതാര സാറിന്റെ ആ ഒരു മെലഡിയും ആ ഒരു ദൃശ്യഭംഗിയും നമ്മൾ കാണത്തില്ലേ, ഒരു മുത്തശ്ശി കഥ പോലൊക്കെ ഇരുന്ന് നമ്മൾ കാണുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഭംഗിയും ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻസ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണുമ്പോ കുട്ടികളൊക്കെ ആയിരുന്നു ഒരു കഥ കേൾക്കാം. ആ ഒരു ഗന്ധർവ പൂജയൊക്കെ നമ്മള് മുത്തശ്ശി കഥ കേട്ടിട്ടില്ലേ, ആ ഒരു ഫീലാണ്. യക്ഷിയും ഞാനുമാണ് എന്നെ ആ ഒരു ഇതിൽ എത്തിച്ചത്. പക്ഷെ യക്ഷിയും ഞാനും പോലെ അത് വേറൊരു ഹൈപ്പ് പടമായിരുന്നു. എന്നതുപോലെ ഇതൊരു വലിയ അതിനുശേഷം ഒരു കംബാക്ക് അങ്ങനൊന്നും എനിക്ക് അവകാശപ്പെടുത്തി ഞാൻ പറയുന്നില്ല. ഇത് ആ ക്യാരക്ടർ അങ്ങനൊരു ക്യാരക്ടറാണ്, സബ്ജക്ട് അതാണ്. അതിന് നീതി പുലർത്തുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഒരു പ്രൊജക്ടിലാണ്, വേറെ ഇപ്പൊ അടുത്തൊരു പ്രൊജക്ട് ഞാനിപ്പോ ഷൂട്ടിലാണ്. അടുത്ത മാസം വേറെ പ്രൊജക്ട് ഇങ്ങനെ ഷൂട്ടിന് അതിനുവേണ്ടി താടിയൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതെ, താങ്ക് യു സോ മച്ച്.